സുന്ദര പാവന രാത്രിയിലാ അനുഗ്രഹരാത്രി അനുഗ്രഹരാത്രി. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും അനുഭവിക്കുവാനായിട്ട് തമ്പുരാന്റെ ദിവ്യകാരുണ്യത്തിന്റെ സന്നദ്ധിയിലേക്ക് നാം അണയുന്ന അത്ഭുതകരമായ നിമിഷം. ഈ അനുഗ്രഹത്തിന്റെ നിമിഷത്തിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗം തുറന്ന ദൈവം മനുഷ്യനോട് കൂടെ വസിക്കുവാനായി ഇമ്മാനുവേൽ ആയവൻ മനുഷ്യരുടെ കൂടെ ആയിരിക്കുവാനായി ദിവ്യകാരുണ്യമായി ഇറങ്ങി വരുന്ന നിമിഷം. ഈ നിമിഷം തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമ്മളെ ഓരോരുത്തരെയും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സാധിക്കുന്നവരെല്ലാം മുട്ടുകുത്തി കരങ്ങളെ കുപ്പി ഏറ്റവും തീക്ഷ്ണതയോടെ ദിവ്യകാരുണ്യ നാഥനെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. നീ എൻ്റെ സംഗീതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനിൻ സർവവുമായി അടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനിൻ സർവവുമായി അടിയനിതാ. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 145 സങ്കീർത്തനം 9 വാക്യം പറയുന്നു, കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്, തൻ്റെ സർവ്വ സൃഷ്ടികളുടെയും മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നു. ഈ നിമിഷം കരുണയുടെ ഉറവിടമായ ദൈവസന്നിധിയിൽ തീക്ഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം നമുക്കൊന്ന്. നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ ആലംബവും നീ എൻ ദൈവം. നീ എൻ്റെ ആലംബവും നീ എൻ്റെ ആലംബവും നീ എൻ ദൈവം. നീ എൻ ദൈവം. ഇരു കരവും നീട്ടി ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനിൻ സർവവുമായി അടിയനിതാ. അടിയനിതാ
അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. പ്രഭാഷകന്റെ പുസ്തകം 15-ാമത് അധ്യായം 29-ാം വാക്യം ഇപ്രകാരം നമ്മോട് പറയുന്നു: നിങ്ങളുടെ ഹൃദയം അവിടുത്തെ കരുണയിൽ ആഹ്ലാദിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുകയോ ഓരോ ദിവികാരുണ്യ ആരാധനയിലൂടെയും. കരുണക്കടലായി അവിടുത്തെ തിരുസന്നിധിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഈ നിമിഷം ഒന്ന് ചേർത്ത് വെച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഇരു കരവും നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ നിമിഷം തീക്ഷണമായിട്ട് ദൈവസന്നിധിയിൽ ഗായക സംഘത്തോട് ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. നീ എൻ്റെ പാലകനും, നീ എൻ്റെ ആശ്വാസവും, നീ എൻ്റെ പാലകനും, നീ എൻ്റെ പാലകനും, നീ എൻ്റെ ആശ്വാസവും, നീ എൻ്റെ ആശ്വാസവും, നീ എൻ്റെ മാർവിടവും, നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, നിൻമുഖം തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനിൻ സർവവുമായി അടിയനിതാ. ഇരു കരവും ദിവികാരണത്തിലേക്ക് നീട്ടിക്കൊണ്ട് അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ, അടിയനിതാ ദേവാ, അടിയനിതാ, അടിയനിതാ ദേവാ, അടിയനിതാ. അടിയനിതാ. കരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ഏറ്റു ചൊല്ലുക. ദിവ്യകാരുണ്യ ഈശോയെ, ദിവ്യകാരുണ്യേശോയേ, അങ്ങേ കരുണയുടെ മുൻപിൽ, അങ്ങയുടെ കരുണയുടെ മുൻപിൽ ഞങ്ങളെ ഓരോരുത്തരെയും പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 7-ാം വാക്യത്തിലൂടെ നീ എന്നോട് അരുളി ചെയ്യുന്നുവല്ലോ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഈ തിരുവചനത്തിന്റെ അനന്തയോഗ്യതയാൽ ഈ നിമിഷം ശിരസ് മുതൽ പാദം വരെ ദൈവകരുണയാൽ എന്നെ നിറയ്ക്കുകയും വിശുദ്ധീകരിക്കുകയും ദൈവിക കൃപകളാൽ ശക്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഈശോനാഥ, അങ്ങയുടെ കാരുണ്യത്താൽ നിറയപ്പെടുവാനും അങ്ങയുടെ കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ സാക്ഷിയായി ഈ ലോകത്ത് ജീവിക്കുവാൻ കൃപ എനിക്ക് നൽകണമേ. ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം. യേശുവേ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ കൂപ്പുകരങ്ങളും നിറ കണ്ണുകളുമായിട്ട് നാം അണഞ്ഞിരിക്കുന്ന അനുഗ്രഹത്തിന്റെ നിമിഷം. ജീവിതത്തെ പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. തമ്പുരാന്റെ കരുണയുടെ സ്നേഹത്താല്, അവിടുത്തെ കാരുണ്യത്താൽ നിറയപ്പെടുവാനായിട്ട് ഈ നിമിഷം നാം ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 36-ാമത്തെ വാക്യം നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവൻ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായം 16-ാം വാക്യം ഈ നിമിഷം നമ്മളോട് അരുളി ചെയ്യുന്നു, മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. തമ്പുരാന്റെ ദയയുടെ മുൻപിൽ നാം ഈ നിമിഷമായിരിക്കുന്നു. ദൈവമേ, നിന്റെ കരുണയും കൃപയും എന്നിലേക്ക് ഒഴുക്കണമേ, നിന്റെ കൃപയുടെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ എന്ന് ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക്, തമ്പുരാന്റെ കൃപയുടെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. നീർച്ചാൽ തേടുന്ന മൺപേടയെ പോലെ ദൈവമേ, എന്റെ ഹൃദയം അങ്ങേക്ക് വേണ്ടി ദാഹിക്കുകയാണ്. ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ ഈ നിമിഷം നമ്മളെ തന്നെ ഒന്ന് ചേർത്ത് വയ്ക്കാം. ജീവിതത്തിൽ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന സ്വപ്നങ്ങളെയും അസ്വസ്ഥപ്പെടുന്ന വേദനകളെയും നിമിഷങ്ങളെയും ഈ നിമിഷം തമ്പുരാന്റെ ദിവ്യകാരുണ്യത്തിന്റെ തിരുപ്പാദത്തിൽ സമർപ്പിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. കരുണയോടെ കരുതണേ നീ എൻ്റെ ഈശോയേ, നിലവിളിക്കും നേരമെന്നെ മാർവിൽ ചേർത്തിടണേ. കരുണയോടെ കരുതണേ നീ എൻ്റെ ഈശോയേ, നിലവിളിക്കും നേരമെന്നെ മാർവിൽ ചേർത്തിടണേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാമത്തെ അധ്യായം 15-16 വാക്യം ഇപ്രകാരം പറയുകയാണ്, മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. തിരുവചനത്തിലൂടെ ഈശോനാഥൻ പറയുകയാണ്, ആരൊക്കെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. നിന്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ ഞാനിതാ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്രകാരം ഉള്ളം കയ്യിൽ നമ്മുടെ പേരെഴുതി സൂക്ഷിച്ച് നമ്മളെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഈ നിമിഷം ജീവിതത്തെ ഒന്ന് വിട്ടുകൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയോടെ കരുതണേ നീ എൻ്റെ ഈശോയേ, നിലവിളിക്കും നേരമെന്നെ മാർവിൽ ചേർത്തിടണേ. കരുണയോടെ കരുതണേ നീ എൻ്റെ ഈശോയേ, നിലവിളിക്കും നേരമെന്നെ മാർവിൽ ചേർത്തിടണേ. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാമത്തെ അധ്യായം 20-ാം വാക്യം പറയുകയാണ്, എഫ്രായിം എൻ്റെ വത്സല പുത്രനല്ലേ, എൻ്റെ ഓമനക്കുട്ടൻ. അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം അവന്റെ സ്മരണ എന്നിൽ ഉദിക്കുന്നു. എൻ്റെ ഹൃദയം അവന് വേണ്ടി തുടിക്കുന്നു. എനിക്ക് അവനോട് നിസ്സീമമായ കരുണ തോന്നുന്നു.
ഈ നിമിഷം ഒന്ന് തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കാം. തമ്പുരാനിൽ നിന്ന് ഞാൻ ഓടിയാകുന്ന നിമിഷമുണ്ട്. തമ്പുരാന്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ ഓടിയാകുന്ന നിമിഷമുണ്ട്. പക്ഷേ അവിടുത്തെ കരുണാദ്രമായ സ്നേഹം എന്നെ അനുനിമിഷം പിന്തുടരുകയും എന്നെ വലയം ചെയ്യുകയും എന്നെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന സ്നേഹം, ആ സ്നേഹത്തിന്റെ നിഗവിലേക്ക് ഒരിക്കൽ കൂടി നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ചേർത്ത് വെക്കാം. കരുണയോടെ കരുതണേ നീ എൻ്റെ ഈശോയേ, നിലവിളിക്കും നേരമെന്നെ മാർവിൽ ചേർത്തിടണേ. കരുണയോടെ കരുതണേ നീ എൻ്റെ ഈശോയേ, നിലവിളിക്കും നേരമെന്നെ മാർവിൽ ചേർത്തിടണേ. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 11-ാമത്തെ അധ്യായം 4-ാം വാക്യം പറയുകയാണ്, കരുണയുടെ കയർ പിടിച്ച് ഞാൻ അവരെ നയിച്ചു, സ്നേഹത്തിന്റെ കയർ തന്നെ. തമ്പുരാന്റെ കരുണയിലേക്ക് ഈ നിമിഷം ജീവിതത്തെ ഒരിക്കൽ കൂടി നമുക്കൊന്ന് ചേർത്ത് വെക്കാം. ദൈവമേ, നിന്റെ അനന്തമായ സ്നേഹം, നിന്റെ അതുല്യമായ സ്നേഹം, നിന്റെ കരുണാദ്രമായ സ്നേഹം, നിന്റെ ആർദ്രമായ കരുണാദ്രമായ സ്നേഹം, എൻ്റെ ദൈവമേ, നീ എന്നിലേക്ക് ഒഴുക്കണമേ. നിന്റെ അനന്ത കാരുണ്യത്തെ അനുഭവിച്ച്, നിന്റെ കൃപയെ അനുഭവിച്ച് അനുനിമിഷം ഒന്ന് ശക്തിപ്പെടാനായിട്ട്, ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും നീ കൂടെയുണ്ടെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ ജീവിക്കുവാനായിട്ട്, ദൈവമേ, നിന്റെ ശക്തി അനുഭവിക്കുവാനായിട്ട് കൃപ എനിക്ക് തരണമേ. ഒരിക്കൽ കൂടി ഇരു കരങ്ങളും തമ്പുരാന്റെ പക്കലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം. ഒന്ന് ചേർന്ന് ശക്തമായിട്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, 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 മഹത്വം. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, 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 മഹത്വം. യേശുവേ ആരാധന, യേശുവേ മഹത്വം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യം ഈ നിമിഷം നമ്മളോട് പറയുകയാണ്, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഈ നിമിഷം ഒന്ന് തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചേ. കരങ്ങളെ കുപ്പി ഏറ്റവും തീക്ഷ്ണമായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. ഈശോയെ, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും നീയൊന്ന് എട്ടപ്പെടണമേ. ഈശോയെ, നീയൊന്ന് എട്ടപ്പെടണമേ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്ക്. നിന്റെ ആഴമായ കാരുണ്യത്തിൽ നീയൊന്ന് ഇടപെടണമേ. നിന്നിൽ നിന്ന് ഞാൻ അകന്നു പോയ നിമിഷമുണ്ട്, നിന്റെ സ്നേഹത്തിൽ നിന്ന് മാറി നിന്ന നിമിഷമുണ്ട്. നീ എൻ്റെ മേൽ കാരുണ്യമായി കടന്നു വന്നപ്പോഴും നിന്റെ സ്നേഹത്തിൽ നിന്ന്, കാരുണ്യത്തിന്റെ സ്നേഹത്തിൽ നിന്ന്, നിന്റെ കൃപയിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചു പോയ നിമിഷങ്ങളുണ്ട് നാഥ. ഈ നിമിഷം ഞാനിത് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. ഈശോയെ, എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും എനിക്ക് ചുറ്റുമുള്ള സകലതിനെയും ചേർത്ത് വെച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുക. ഈശോനാഥ, അനുഗ്രഹിച്ച് എന്നെ വഴി നടത്തുകയും എന്നെ ശക്തിപ്പെടുത്തുകയും എന്നെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ എന്ന് ഞാനിതാ പ്രാർത്ഥിക്കുന്നു. അമ്മയേക്കാൾ സ്നേഹമേകും ദൈവമേ, സർവസ്വമേ, അമ്മയേക്കാൾ സ്നേഹമേകും ദൈവമേ, സർവസ്വമേ. ഏകനായി ഞാൻ നിന്റെ മുൻപിൽ
അവിവേകിയായി അരുതായ്മകൾ ചെയ്തു പോയതോർക്കരുതേ. ഇരു കരവും നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കട്ടെ. തമ്പുരാന്റെ അനുഗ്രഹം സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുന്ന ഈ നിമിഷം ഒന്ന് തീക്ഷണതയോടെ പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, നിന്റെ അനന്തമായ കാരുണ്യം, നിന്റെ അനന്തമായ കൃപ, എന്നെ പിന്തുടരുന്ന നിന്റെ കാരുണ്യത്തിന്റെ സ്നേഹം എന്നിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റരുത്. നിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക്, നിന്റെ കാരുണ്യത്തിന്റെ മാധുര്യം ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൃപ എനിക്ക് നൽകണമേ. ഒരു നിമിഷം കരങ്ങൾ കുപ്പി മുട്ടുകുത്തി ദിവ്യകാരുണ്യ നാഥന്റെ ആശീർവാദം സ്വീകരിക്കുവാനായി നമ്മളെ തന്നെ നമുക്ക് ഒരുക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും ഇന്നും അങ്ങേക്കാരാധന. 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും ഇന്നും അങ്ങേക്കാരാധന.